ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ ബിജെപിയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും തുടരുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ബിജെപി പ്രവർത്തകർക്കൊപ്പം വിവിധ മോർച്ച പ്രവർത്തകരും രാത്രിയിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി. രാപ്പകൽ നടക്കുന്ന പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, തോരാമഴയിലും ഉള്ള സമരവീര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ആവശ്യങ്ങളുമായാണ് ബിജെപി പ്രധാനമായും സമരം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ ആവശ്യങ്ങൾ? കാരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഈ ഒരു ഉപരോധമാണ് സെക്രട്ടേറിയറ്റിന്റെ ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ സമരം തന്നെയാണ്. ഇതിന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കാരണം ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളക്കെതിരെ കൃത്യമായ നടപടി വേണം. പ്രത്യേകിച്ച് CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ഇന്നത്തെ സമരത്തെ വിലയിരുത്താൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ വലിയ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ മഴയെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സമര പോരാട്ടത്തെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 100 കണക്കിന് സ്ത്രീകൾ അവർ ഇവിടെ ഇരുന്നിട്ട് രാവിലെ നമ്മൾ 5:30 മണിക്കൂർ എത്തുന്ന സമയം മുതൽ തന്നെ ഈ സമരവീര്യം നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ ആ സമര പോരാട്ടമാണ്. വലിയ രീതിയിൽ പെയ്യുന്ന ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് സമരത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്ന കുറെ പേരാണ്, കുറെ BJP പ്രവർത്തകരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രധാനമായ ആവശ്യം, പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണം, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ്. ആ അന്വേഷണം അത്തരത്തിൽ ഒതുങ്ങിയാൽ പോരാ, കൂടുതൽ ഇതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യമാണ് എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ BJPയുടെ ഉപരോധം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നു ആ പ്രവർത്തകരുടെയൊക്കെ പ്രതികരണം ഒന്ന് തേടാമെന്ന്. തീർച്ചയായിട്ടും അശ്വതി, നമുക്ക് ആ പ്രതികരണത്തിലേക്കൊക്കെ പോകാം. കാരണം ശരണം വിളിയും വലിയ പ്രതിഷേധവും നമുക്ക് മുൻകാലങ്ങളിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം സംസ്ഥാന സർക്കാർ അനുവദിച്ച ഘട്ടത്തിലുണ്ടായ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം BJP നേതാവ് നിലവിലെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് വലിയ സമര പോരാട്ടം, സമര വീര്യമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ മനീതി ഉൾപ്പെടെ സ്ത്രീകളെ അകത്ത് കയറ്റിയപ്പോ അടികൊള്ളുകയും ജയിലിൽ കിടക്കുകയും വരെ ചെയ്ത അമ്മമാരാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ഈ മഴയൊന്നും പ്രശ്നമല്ല. അവർക്ക് ആചാര സംരക്ഷണം, ഭഗവാൻ അയ്യപ്പനെ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മമാര്, പ്രായഭേദമന്യേ അമ്മമാര് കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വെറും നിസ്സാരമായ ക്യാപ്സൂളാണ് CPM ഇറക്കുന്നത്. കാണിക്ക എറിഞ്ഞത് കൊണ്ടാണ്, കാണിക്ക എറിഞ്ഞുകൊണ്ട് ദ്വാരപാലകന്റെ മാറ്റേണ്ടി വന്ന് 10,000-കണക്കിന് ലക്ഷങ്ങൾ കയറുന്ന 18-ാം പടി ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഒരു സംശയവും വേണ്ട, ഈ മഴയത്ത് ഒരാൾ പോലും ഇവിടെ നടങ്ങിയിട്ടില്ല. ഇവരെല്ലാവരും തന്നെ ക്രൂരമായ മർദ്ദനത്തിന്, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വെളിയിലിറങ്ങിയവരാ. അന്നൊന്നും ഈ പറയുന്ന AC റൂമിൽ ഇരുന്നവരല്ല ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വഴി കിടന്നവരാണ്, ജയിലിൽ കിടന്നവരാണ്. ഇന്നലെ രാത്രിയിലെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു BJP നിലവിൽ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? ആവശ്യം അടിയന്തരമായി ഇവിടെ ഈ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം, ഈ കള്ളന്മാർ രാജിവെക്കണം. ഇവരുടെ ഈ തട്ടിപ്പ് അന്വേഷണം അവസാനിപ്പിക്കണം. ഈ കള്ളന്മാരെ ഇവിടുന്ന് പുറത്താക്കുന്നവരെയുള്ളതാണ് ഏറ്റവും വലിയൊരു സമരം എന്ന് പറയുന്നത്. ഇന്നത്തെ സമരം എന്ന് പറയുന്നത് എല്ലാ ഗേറ്റിലും സമരമാണ്. അല്ലാതെ ഇവിടെ ഈ മഴയാണ് എന്ന് ഓർക്കുന്നത് കുറച്ചു പേരല്ല. ഈ ഗേറ്റ് മുഴുവൻ ഇനി 9 മണിയാകുമ്പോഴത്തേക്ക് നിറയുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഇവര് രാജിവെക്കരുത്. അതായത് ദേവസ്വം മന്ത്രിയും പിണറായി വിജയനും എന്ന് പടിയിറങ്ങുന്നു അന്ന് വരെ ഈ സമരം ശക്തമായി മുന്നോട്ടുള്ളൂ. അശ്വതി, ഇവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമരം അതിന്റെ ഒരു വലിയൊരു ശക്തമായ ഒരു ദൈർഘ്യത്തിലേക്കൊക്കെ കടക്കുകയാണ്. നമുക്ക് കുറച്ച് അമ്മമാരുടെയൊക്കെ പ്രതികരണത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ശക്തമായ ഒരു സമരമാണ്. ഇങ്ങനെ ഈ മഴയത്ത് വന്നിരുന്ന് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ സമരം ചെയ്യും. മഴയാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യും, വിജയിപ്പിക്കും. സമരം ചെയ്യും. ഞങ്ങളെ ശക്തിയാണത്.
ഞങ്ങൾ അയ്യപ്പന്റെ കല്ല് മോഷ്ടിച്ച ആ ഭഗവാന്റെ സന്നിധിയിൽ ഞങ്ങൾ പോകുന്ന ഞങ്ങൾക്കത് ഞങ്ങൾ പറ്റത്തില്ല. ഞങ്ങള് ഇത് തെളിയിക്കും. ഞങ്ങള് തെളിയിച്ചേ അടങ്ങുള്ളൂ. തീർച്ചയായിട്ടും അശ്വതി, ഇവർ പറയുന്നത് പോലെ തന്നെ അയ്യപ്പന് വേണ്ടിയിട്ടുള്ള സമരമാണ്, അയ്യപ്പന്റെ സ്വർണം കണ്ടവർക്കെതിരെയുള്ള സമരമാണ് എന്നതൊക്കെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. നമ്മളൊപ്പം ഇപ്പോൾ മറ്റൊരു BJP പ്രവർത്തകൻ കൂടി ചേരുന്നുണ്ട്. ഈ ഒരു സമരം വലിയ രീതിയിൽ മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഈ കോട്ടിന്റെ ആവശ്യമില്ലേ? ഇപ്പോൾ വലിയ മഴയൊക്കെ നനഞ്ഞ് നിൽക്കുകയാണ്, ഈ രാവിലെ മുതൽ നിൽക്കുകയല്ലേ? കോട്ടിന്റെ ആവശ്യമില്ലേ? കോട്ടൊന്നല്ല, ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങള് തങ്ങളുടെ ജീവൻ നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായതാണ്. ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആൾക്കാർ നിരവധി ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ തങ്ങളുടെ ജീവൻ പോലും നൽകിക്കൊണ്ട് ഈ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാടിയതുകൊണ്ട് ഈ മഴ കൊണ്ടൊന്നും ഈ പോരാട്ട വീര്യത്തെ തകർക്കാൻ സാധിക്കില്ല. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കട്ടുമുടിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നയത്തിനെതിരെ, ദേവസ്വം ബോർഡിന്റെ കൊള്ളയ്ക്കെതിരെ ഏതറ്റം വരെയും സമരത്തിന് പോകാൻ ഇവിടുത്തെ ഭക്തജനങ്ങൾ തയ്യാറാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ അതിന് നേതൃത്വം നൽകും. അതിന് ഈ മഴയോ വെയിലോ ഒന്നൊരു പ്രശ്നമല്ല. ഈ ഒരു ഇന്നലെ രാത്രി തുടങ്ങിയ സമരമാണ്. ആ സമരത്തിന്റെ ആവേശത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. 3 ഗേറ്റുകൾ ഉപരോധിക്കുന്നു. നിങ്ങളെ BJP ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പിണറായി സർക്കാർ അടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, കേരള സർക്കാരിന്റെ നേതൃത്വം നടക്കുന്ന അന്വേഷണം അത് കൃത്യമായിട്ടുള്ളതാവില്ല. കാരണം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ അതിനകത്ത് ഭാഗമാക്കാവുമ്പോൾ ഈ അന്വേഷണം കൊണ്ട് തൃപ്തിയാവില്ല. അതിലെ കൃത്യമായിട്ടുള്ള ഏജൻസികള് അന്വേഷണം നടത്തണം. ആ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നത് വരെ, അവരെ ശിക്ഷിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകര് സമരവുമായിട്ട് മുന്നോട്ടുണ്ടാവും. തീർച്ചയായിട്ടും അശ്വതി, ഇവർ പറയുന്നത് പോലെ ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണമല്ല, ഒരു കേന്ദ്ര ഏജൻസിയുടെ കീഴിലുള്ള അന്വേഷണമാണ് വേണ്ടത് എന്ന ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് മറ്റു കുറച്ച് അമ്മമാരുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. ശക്തമായ സമരമാണ് ഇവിടെ നടത്തുന്നത്. വലിയ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള സമരം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന് മഴ ഇന്നലെ മുതൽ അറിയാം മഴ ഉണ്ടാവുമെന്ന്. അതിനെ തന്നെ പ്രതീക്ഷ തന്നെയാണ് വന്നത്. ഞങ്ങൾ ഇതിന് പിന്മാറാൻ തയ്യാറല്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് പാർട്ടിക്കൊപ്പം ഞങ്ങളുണ്ട്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള ഒരു അമ്മ എന്ന രീതിയിൽ എങ്ങനെയാ കാണുന്നത്? അമ്മയെന്ന് വളരെ വൈകാരികമായിട്ട് തന്നെ കാണുന്നതാണ്. ഞാനും എന്റെ മോനെ മലയ്ക്ക് പോകുമ്പോൾ പോകുമ്പോൾ സങ്കടപ്പെട്ട് വിടുന്ന ഒരു അമ്മയാണ് ഞാനും. എന്റെ കൊച്ചുപ്രായത്തിൽ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വികാരം വരെ കാണുന്നു. ഒരിക്കലും നമ്മുടെ വിശ്വാസം തൊട്ട് കളിക്കാൻ പിണറായി സർക്കാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഈ മഴയൊക്കെ ഇങ്ങനെ കൊണ്ട് ഈ റോഡിൽ വന്നിരിക്കുമ്പോൾ അയ്യപ്പനോടുള്ള ഒരു ആത്മീയ ചിന്ത, ഏറ്റവും വലിയ വിശ്വാസമാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ ചെറുപ്പം മുതലേ ഞങ്ങൾ അയ്യപ്പനെ നല്ലപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ അയ്യപ്പന് വേണ്ടിയിട്ട് നമ്മൾ നേർച്ച കൊടുക്കുന്നത് അത് അയ്യപ്പനുള്ളത് തന്നെയാണ്. അത് ആരും കട്ടുമുടിക്കാൻ പാടില്ല. ആ കട്ടുമുടിച്ചവൻ ആരായാലും അവന്റെ കുടുംബം ഉമ്മങ്കലത്ത് പോകുള്ളൂ. ഉമ്മ അതായത് വംശനാശം വന്ന് ആരും ഇല്ലാതെ വന്ന് ആ കുടുംബത്തെ ഒരു അംഗം പോലും ഇല്ലാതെ ആ കുടുംബം മൊത്തം ഉമ്മങ്കലത്ത് പോകണമെന്നാണ് പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള അന്വേഷണമൊക്കെ വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എങ്ങനെയാ സ്വർണ്ണക്കൊള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ തുടരുന്ന സാഹചര്യം, മറ്റ് അഴിമതികൾ ദേവസ്വം ബോർഡിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്? അവര് നമ്മൾ പറയുന്നത് കേന്ദ്ര സേന ഇറങ്ങി അന്വേഷണം നടത്തി, കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാർ നേരിട്ട് വന്ന് അന്വേഷണം നടത്തി അതിന് തീരുമാനം ഉണ്ടാക്കണം. കേരളത്തിലൊന്നും നടക്കില്ല. കേരളത്തിൽ CPM-ന്റെ ഭരണമാണ് നടക്കുന്നത്. അവിടെ ആരെന്നെ ചെയ്താലും അവരതിനെ മൂടി വെക്കും, അവരതിനെ പൊതിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിലെ ഒരു അന്വേഷണത്തിന് ഞങ്ങൾക്ക് തയ്യാറാണ്. കേന്ദ്രം വന്ന് നേരിട്ട് അന്വേഷിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങളുടെ ആ സ്വർണം കട്ടവരാരാണോ അവരെ വെളിയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അശ്വതി, ഇവർ ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിന്റെ ഒരു അന്വേഷണം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നെയാണ്. ആ അന്വേഷണം ആവശ്യക്കൊണ്ടുവരുന്നതിനാണ് BJP-യുടെ ഈ രാപ്പകൽ സമരം ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, വളരെ സമരാവേശം. എല്ലാവരും അങ്ങനെ മഴ നനഞ്ഞ് മഴയെ പോലും അവഗണിച്ചുകൊണ്ട് മഴയൊന്നും ഒരു പ്രശ്നമല്ല,
പ്രത്യേകിച്ച് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അതൊരു വികാരമാണ്. അയ്യപ്പൻ്റെയോടുള്ള ഭക്തി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാധിക്കില്ല. കാരണം വളരെ വൈകാരികമായ ഒരു സമരം, പ്രത്യേകിച്ച് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു സമരം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സമരത്തെ വിശേഷിപ്പിക്കാനുള്ളത്. കാരണം ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങൾ, ആ നിരവധി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവർ. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൽ ഭരണം കൈയാളുന്നത് CPM-ന്റെ നേതാക്കളാണ്. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സേന അന്വേഷിച്ചാൽ അത് പ്രായോഗിക തലത്തിലുള്ള ഒരു അന്വേഷണമായി നീങ്ങില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം തന്നെയാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് ഇതിൽ അന്വേഷണം നടത്തേണ്ടത് എന്ന ആവശ്യം തന്നെയാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി 7 മണി മുതൽ തുടങ്ങിയ ആ ഒരു സമരം, ആ സമരാവേശം ഒട്ടും ചോരാതെ തന്നെ അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നു. വലിയ സമരാവേശം തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ സമര ഗേറ്റിൽ വലിയ ജനസാഗരം രൂപപ്പെടും. സമാനമായി രീതിയിൽ നമുക്ക് തൊട്ട് സമീപത്തെ മറ്റു 2 ഗേറ്റുകൾ, സെക്രട്ടേറിയറ്റിന്റെ മറ്റു 2 ഗേറ്റുകൾ എല്ലാം സെക്രട്ടേറിയറ്റിനെ നിശ്ചലമാക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വൈകാരികമായ ഒരു സമരത്തെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ നടക്കുന്ന കൊള്ള, ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ള, സംസ്ഥാന സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. സർക്കാർ ഇതിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കണം. അല്ലാത്ത പക്ഷം കൃത്യമായ രീതിയിൽ ദേവസ്വം മന്ത്രികൾ ഭക്തരുടെ ആവശ്യങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം, ആചാര ലംഘനം അത് അനുവദിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് അവർ തോരാമഴയിലും പ്രതിഷേധം ശക്തമാക്കുകയാണ്. പ്രതിഷേധ പരമ്പരകളാണ് സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഈ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഉദ്ഘാടനം ചെയ്യുക? 10 മണിയോടുകൂടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു ലൈവ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത് അധികമായി 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യം വീണ്ടും നമുക്കിവിടെ വർദ്ധിക്കുന്ന തരത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അമ്മമാരുടെ സാന്നിധ്യം, സ്ത്രീകളടക്കമുള്ളവരുടെ സാന്നിധ്യം, യുവതികളുടെ സാന്നിധ്യം ഒക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമരത്തെ നേരത്തെ പറഞ്ഞത് ഒരു വൈകാരികമായ ഒരു സമരമായി തന്നെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റം, ആ വിശ്വാസത്തിന് മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഭരണം നടത്തിയ സർക്കാരുകൾ നടത്തിയ കൊള്ളയ്ക്കെതിരെ വൈകാരികമായ ഒരു സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP-യുടെ നേതൃത്വത്തിൽ അത്